जय जय श्री चैतन्य जय नित्यानंद जय द्वैत चंद्र जय गौरभक्तवृंदा जय जय श्री चैतन्य जय नित्यानंद जय द्वैत चंद्र जय गौरभक्तवृंदा जय जय श्री चैतन्य जय नित्यानंद जय द्वैत चंद्र जय गौरभक्तवृंदा। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपा कदा मह्यं ददाति स्वपदान्तिकम्। वन्देऽहं श्रीगुरो श्रीयुतपदकमलं श्रीगुरून् वैष्णवांश्च श्रीरूपं साग्रजातं सहगण रघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधा कृष्णपादान् सहगणललिता श्रीविशाखान्वितांश्च। हे कृष्णा करुणा सिन्धो दीनबन्धो जगत्पते गोपेशा गोपिका कान्दा राधा कान्दा नमोस्तुते। तप्तकाञ्चन गौरांगी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमो विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमदे भक्तिवेदान्तस्वामिनिति नामिने। नमस्ते सरस्वती देवे गौरवाणी प्रचारिणे निर्विशेषशून्यवादी पाश्चात्यदेशतारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृंद। हरे कृष्ण 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 हरे 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 राम 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 हरे हरे। हरे कृष्ण 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 हरे 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 राम 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 हरे हरे। हरे कृष्ण 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 हरे 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 राम 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 हरे हरे। मूकं करोति वाचालं पङ्गुं लङ्घयते गिरिं यत्कृपातमहं वन्दे श्रीगुरुदीनतारिणं परमानन्दमाधवं श्रीचैतन्यमेश्वरम्। हरे कृष्ण। आजानलम्बितभुजौ कनकावदादौ सङ्कीर्तनैकपितरो कमलायताक्षो विश्वम्भरो द्विजवरो युगधर्मपालो वन्दे जगत्प्रियकरो करुणावतारो। आनन्दलीलामयविग्रहाय हेमाबदिव्याच्छविसुन्दराय तस्मै महाप्रेमरसप्रदाय श्रीचैतन्यचन्द्राय नमो नमस्ते। वन्दे गुरु ईशभक्ता ईशान ईशावतारगन् तत्प्रकाशं तत्शक्ति श्रीकृष्ण कृष्णचैतन्यसंयुगम्। हरे कृष्ण। ഭഗവാന്റെ മഹാകരുണ്യം കൊണ്ട് നമ്മൾ ശ്രീ ചൈതന്യ ചരിതാമൃതം പഠിച്ചു വരുന്നു. ചൈതന്യ ചരിതാമൃതം ആദിലീല അധ്യായം 3 നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ 81-ാമത്തെ ശ്ലോകം വരെ നോക്കിയായിരുന്നു. അപ്പോൾ എന്താണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്? ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. 81-ൽ നമ്മൾ ചർച്ച ചെയ്തു അന്തകൃഷ്ണം ബഹിർഗൗരം ദർശിതാംഗാദി വൈഭവം കലോ സങ്കീർത്തനസ്മ കൃഷ്ണ ചൈതന്യ ആശ്രിതം. എന്താണ് പറയുന്നത്? അന്തകൃഷ്ണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ബഹിർഗൗരം, അന്ധകൃഷ്ണ, ഭഗവാൻ കൃഷ്ണൻ തന്നെയാണ്, പക്ഷേ പുറമേക്ക് അദ്ദേഹം ഗൗര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ നിറം വ്യത്യാസമുണ്ട്. സുവർണ്ണ നിറമാണ്. ആരുടെ നിറമാണ് ശ്രീ ചൈതന്യ മഹാപ്രഭുവിനുള്ളത്? ശ്രീമതി രാധാറാണിയുടെ. അതുകൊണ്ട് ഗൗര നിറമാണ്. ഗൗര നിറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൗരാംഗ അല്ലേ? നമ്മൾ ചൈതന്യ മഹാപ്രഭുവിനെ ഗൗരാംഗ എന്ന് വിളിക്കും. ഗൗര അംഗ എന്ന് ഉദ്ദേശിക്കുന്നത് സുവർണ്ണ നിറം ഉള്ള ശരീരമുള്ള വ്യക്തി, അതാണ് ഗൗരംഗ മഹാപ്രഭു. അപ്പോൾ അന്ധകൃഷ്ണ ബഹിർഗൗരം ദർശിതാംഗാദി വൈഭവം കലോ സങ്കീർത്തന സ്മ. അതായത് അദ്ദേഹത്തിൻ്റെ അംഗങ്ങൾ, ഉപാംഗങ്ങൾ, അതായത് അദ്ദേഹത്തിൻ്റെ വിസ്തരണങ്ങൾ, അദ്ദേഹത്തിൻ്റെ പാർഷദർ, അവരെല്ലാവരും കൂടിയിട്ടാണ് വരുന്നത്. മഹാപ്രഭു തനിയല്ല വരുന്നത്. എല്ലാവരും കൂടെ വന്ന് എന്താണ് ചെയ്യുന്നത്? സങ്കീർത്തനം, കലിയുഗത്തിലെ ഹരിനാമ സങ്കീർത്തനം ചെയ്യുന്നു. കലിയുഗത്തിൽ ഹരിനാമ സങ്കീർത്തനം ചെയ്യുന്നു. ആ ശ്രീ ചൈതന്യ മഹാപ്രഭുവിൻ്റെ പാദങ്ങളിൽ ഞാൻ ശരണം പ്രാപിക്കട്ടെ എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. അപ്പോൾ ഈ ശ്രീല ജീവഗോസ്വാമി ഭാഗവത സന്ദർഭത്തിൽ പറയുന്ന ശ്ലോകമാണ് ഇവിടെ ശ്രീല കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി പറയുന്നത്. ശ്രീല കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമിയുടെ കോട്ട് ചെയ്തിട്ടുള്ളത് ഭഗവത് സന്ദർഭ ശ്രീല ജീവഗോസ്വാമിയുടെ സന്ദർഭങ്ങൾ. ശ്രീല ജീവഗോസ്വാമി ഷഡ് സന്ദർഭങ്ങൾ എഴുതിയിട്ടുണ്ട്. വളരെ വിശാലമായിട്ട് അദ്ദേഹം ഒരുപാട് ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട് ശ്രീല ജീവഗോസ്വാമി. അതിലെ ഷഡ് സന്ദർഭം, അതിലെ സന്ദർഭങ്ങളിൽ നിന്നുള്ള ഭഗവത് സന്ദർഭ എന്ന് പറയുന്ന പുസ്തകത്തിലെ ഭാഗവത സന്ദർഭത്തിലെയാണ് ഈ ഒരു ശ്ലോകം. പിന്നെ ശ്രീല ജീവഗോസ്വാമി അതിനെക്കുറിച്ച് പറയുന്നു, അന്ധകൃഷ്ണ എന്ന് ഉദ്ദേശിക്കുന്നത് ആരാണോ എല്ലായ്പ്പോഴും ഭഗവാൻ കൃഷ്ണനെ കുറിച്ച് ചിന്തിക്കുന്നത് ആ വ്യക്തി. അപ്പോൾ എല്ലാവരും ചിന്തിക്കുന്നുണ്ട് അല്ലേ? ഒരുപാട് ഭക്തർ, ഭഗവാന്റെ എല്ലാ ഭക്തരും കൃഷ്ണനെ ചിന്തിക്കുന്നുണ്ട് എല്ലായ്പ്പോഴും. പക്ഷേ എല്ലാ ഭക്തരിൽ വെച്ച് ഗോപികമാരെ പോലെ കൃഷ്ണനെ ചിന്തിക്കുന്നവരെ വേറെ ആരും ഉണ്ടാവില്ല. എന്നാൽ ഗോപികമാരിൽ വെച്ചും ഗോപിക ചൂടാമണിയായിട്ടുള്ള ശ്രീമതി രാധാറാണിയെ പോലെ വേറെ ആരും ഉണ്ടാവില്ല. അപ്പോൾ ശ്രീമതി രാധാറാണിയുടെ സ്ഥാനമാണ് ഏറ്റവും ഉയർന്ന സ്ഥാനം ഭക്തരിൽ വെച്ച്. ഭഗവാന്റെ ഭക്തരിൽ നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഭഗവാനും ഒരു ഭക്തിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും അധികം, അല്ലെങ്കിൽ ആ ഒരു ഹൈ പൊസിഷനിലിരിക്കുന്നത് രാധാറാണിയാണ്. അതിനുശേഷം പിന്നെ ഗോപികമാർ വരുന്നു. ഗോപിക ചൂടാമണി എന്നാണ് എപ്പോഴും രാധാറാണി പറയുന്നത്. ആ ശ്രീ ചൈതന്യ മഹാപ്രഭു ഇവിടെ ശ്രീ ചൈതന്യ മഹാപ്രഭു ശ്രീമതി രാധാറാണിയുടെ ഭാവത്തിൽ, ശ്രീമതി രാധാറാണിയുടെ ഹൃദയവുമായിട്ടാണ് വരുന്നത്. ശ്രീകൃഷ്ണൻ തന്നെയാണ്, പക്ഷേ ഭാവം രാധാറാണിയുടെ, അതാണ് പറയുന്നത്. അപ്പോൾ രാധാറാണിയാണെങ്കിൽ എപ്പോഴും സദാസമയം ഭഗവാൻ കൃഷ്ണനെ കുറിച്ച് ചിന്തിക്കുന്നു. അതേപോലെ അതേ ഭാവം തന്നെയാണ് ശ്രീ ചൈതന്യ മഹാപ്രഭുവിനും ഉണ്ടായിരുന്നത്. അദ്ദേഹം വന്ന സമയത്ത് പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ ആ ഉള്ളിലുള്ള ഭാവമൊക്കെ കൂടുതലും അദ്ദേഹം പ്രദർശിപ്പിച്ചത് എവിടെ വെച്ചിട്ടാണ്? ജഗന്നാഥപുരിയിൽ, സന്യാസത്തിന് ശേഷം ജഗന്നാഥപുരിയിൽ ഉള്ള സമയത്താണ്. കൂടുതലും അവസാനത്തെ 12 വർഷത്തോളം മഹാപ്രഭു പൂർണ്ണമായിട്ടും ഈ ഭഗവാൻ കൃഷ്ണൻ്റെ ആ വിരഹാഗ്നിയിൽ അദ്ദേഹം മതിമറന്ന് ആസ്വദിക്കുകയായിരുന്നു. കൃഷ്ണനെ എപ്പോഴും സദാസമയവും കൃഷ്ണനെക്കുറിച്ച് ചിന്തിക്കുന്നു. കൃഷ്ണൻ തന്നെ. കൃഷ്ണനെക്കുറിച്ച് കൃഷ്ണൻ എങ്ങനെ ചിന്തിക്കാൻ സാധിക്കും? ഭാവം രാധാറാണിയുടെയാണ്. അപ്പോൾ രാധാറാണിയുടെ ഹൃദയത്തോട് കൂടിയിട്ടാണ് കൃഷ്ണനെ ചിന്തിക്കുന്നത്. അങ്ങനെ അതാണ് മഹാപ്രഭുവിൻ്റെ അവതാരത്തിൻ്റെ ഒരു കാരണം. നമ്മൾ അടുത്ത അധ്യായത്തിൽ മഹാപ്രഭുവിൻ്റെ അവതാരത്തിലെ ആന്തരിക കാരണങ്ങൾ പഠിക്കും. അപ്പോൾ കൂടുതൽ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. ഓക്കെ, 82ാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കാം. എന്താണെന്നറിയില്ല, ക്ലാസ് എടുക്കാൻ വേണ്ടി ചെയറിൽ വ്യാസാസനത്തിൽ ഇരിക്കുമ്പോൾ അപ്പോൾ ചുമ തുടങ്ങും. അതുവരെ കുഴപ്പമൊന്നുമില്ല. ഹരേ കൃഷ്ണ. ഉപാപുരാനേഹ ശുനി ശ്രീകൃഷ്ണ വചന
कृपाकारी व्यास प्रतीकरियाचेन कथन उपपुराणे शुनि श्रीकृष्ण वचन कृपाकरी व्यास प्रतीकरियाचेन कथन. വായിച്ചോളൂ. हरे कृष्ण प्रभु. उपपुराणे शुनि श्रीकृष्ण वचन कृपाकरी व्यास प्रतीकरियाचेन कथन. विवर्तनम by His Divine Grace Abhay Charanaravinda Bhaktivedanta Swami Srila Prabhupada की जय. ഭഗവാൻ ശ്രീകൃഷ്ണൻ വേദവ്യാസന് കാരുണ്യം നൽകിയ വചനങ്ങൾ ഉപപുരാണങ്ങളിൽ നിന്നും നാം ശ്രവിക്കുന്നു. ആ വചനങ്ങൾ ചുവടെ ചേർക്കുന്നു. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഉപപുരാണങ്ങളിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ വ്യാസദേവനോട് കാണിക്കുന്ന കാരുണ്യം അതിനെക്കുറിച്ച് പറയുന്നു. അപ്പോൾ അതിനെ സംബന്ധിച്ചുള്ള ശ്ലോകങ്ങളാണ് ഇനി നമ്മളിവിടെ കാണുന്നത്. ഓക്കെ, 2-3 ശ്ലോകങ്ങൾ. അഹം ഏവ ക്വചിത് ബ്രഹ്മൻ സന്യാസാശ്രമമാശ്രിതഃ ഹരിഭക്തിം ഗ്രഹായാമി ഹരിഭക്തിം ഗ്രാഹ്യയാമി കലോപാപാഹതാൻ നരാൻ. അഹം ഏവ ക്വചിത് ബ്രഹ്മൻ സന്യാസാശ്രമമാശ്രിതഃ ഹരിഭക്തിം ഗ്രാഹയാമി കലോപാപാഹതാൻ നരാൻ. അഹം ഏവ ക്വചിത് ബ്രഹ്മൻ സന്യാസാശ്രമമാശ്രിതഃ ഹരിഭക്തിം ഗ്രാഹയാമി കലോപാപാഹതാൻ നരാൻ. വായിക്കൂ. ഹരേ കൃഷ്ണ. അഹമേവ ക്വചിത് ബ്രഹ്മൻ സന്യാസാശ്രമം ആശ്രിതഃ ഹരിം ഭക്തിം ഗ്രാഹയാമി കലോപാപാഹതാൻ നരാൻ. വിവർത്തനം ശ്രീല പ്രഭുപാദിക്ക് ജയ്. അല്ലയോ പണ്ഡിത ബ്രാഹ്മണ, കലിയുഗത്തിലെ പാപഗ്രസ്തരായ ജനങ്ങൾക്ക് ഹരിഭക്തി നൽകുന്നതിനായി ഞാൻ ചിലപ്പോൾ സന്യാസാശ്രമം സ്വീകരിക്കുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇവിടെ പറയുന്നു, ചിലപ്പോൾ ഞാൻ സന്യാസാശ്രമം സ്വീകരിക്കുന്നു കലിയുഗത്തിലെ ആളുകളെ ഉദ്ധരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വ്യാസദേവനോട് അല്ലെങ്കിൽ ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞിട്ടുള്ളതാണ് അത്. അപ്പോൾ ഭഗവാൻ കൃഷ്ണൻ നേരിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പോഴല്ല, കലിയുഗത്തിന് മുമ്പ് എപ്പോഴോ പറഞ്ഞിട്ടുണ്ട്. കലിയുഗമാവുമ്പോൾ ആളുകളുടെ അവസ്ഥ വളരെ മോശമായിരിക്കും. അതുകൊണ്ട് ആ സമയത്ത് ഞാൻ അവതാരം എടുത്താലും എന്ത് ചെയ്യുന്നു? ഞാൻ സന്യാസാശ്രമം സ്വീകരിക്കുന്നു. സന്യാസാശ്രമത്തിലൂടെ ഞാൻ ആളുകളെ ഉദ്ധരിക്കുന്നു. അതിന് കാരണമുണ്ട്. കാരണം ശ്രീ ചൈതന്യ മഹാപ്രഭു എന്തുകൊണ്ട് സന്യാസം എടുത്തു എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ചൈതന്യ ചരിതാമൃതത്തിൽ നമ്മൾ മുന്നോട്ട് കാണും. മഹാപ്രഭു സന്യാസം സ്വീകരിക്കുന്നേക്കാൾ മുമ്പും അദ്ദേഹം ഹരിനാമ സങ്കീർത്തനം പ്രചരിപ്പിക്കാൻ നോക്കി. പറ്റുന്ന രീതിയിൽ അദ്ദേഹം ഹരിനാമ കീർത്തനമൊക്കെ നഗര സങ്കീർത്തനമൊക്കെ ചെയ്ത് ആളുകൾക്ക് ഹരേകൃഷ്ണ മഹാമന്ത്രം പറഞ്ഞു കൊടുക്കാനുള്ള ശ്രമം നടത്തി. പക്ഷേ ആരും അദ്ദേഹത്തിന് കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നുണ്ടായിരുന്നില്ല. അത് മാത്രമല്ല, ഒരുപാട് പേര് അപരാധങ്ങൾ ചെയ്യുന്നു. അതായത് ഇദ്ദേഹം ശ്രീ ചൈതന്യ മഹാപ്രഭു എന്താ പറയാ, ഇങ്ങനെ കരഞ്ഞുകൊണ്ട് എപ്പോഴും കണ്ണിൽ നിന്ന് വെള്ളം വന്നുകൊണ്ട് ഒരു ഭ്രാന്തനെ പോലെ ഇങ്ങനെ നാമസങ്കീർത്തനമൊക്കെ ചെയ്തുകൊണ്ട് നടക്കുവാണ് 24 മണിക്കൂറും. അങ്ങനെയുള്ള രീതിയിൽ കണ്ടു തുടങ്ങി. മഹാപ്രഭുവിന്റെ ആ ശരിയായിട്ടുള്ള ഭാവം ആളുകൾക്ക് മനസ്സിലാവാതെ. അപ്പോൾ അത് കണ്ടപ്പോൾ ചൈതന്യ മഹാപ്രഭുവിന് മനസ്സിലായി, ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ലേ, കാര്യം ആളുകളെ ഉദ്ധരിക്കണം, അതാണ് അവതാരത്തിന്റെ ലക്ഷ്യം. പക്ഷെ ഈ ഒരു ആശ്രമത്തിൽ ഇരുന്നു കൊണ്ട്, ഗൃഹസ്ഥാശ്രമത്തിൽ ഇരുന്നു കൊണ്ട് ഞാൻ ഇങ്ങനെ പ്രചരണം ചെയ്താൽ ഒരുപക്ഷെ ആളുകൾ കൂടുതൽ അപരാധം ചെയ്യുള്ളൂ. ആരും ഇത് സീരിയസ് ആയിട്ട് കാര്യമായിട്ട് ഈ പറയുന്ന കാര്യങ്ങളൊന്നും എടുക്കില്ല. പക്ഷെ സന്യാസ ആശ്രമം സ്വീകരിച്ചു കഴിഞ്ഞാൽ ആളുകൾക്ക് കുറച്ചും കൂടെ ഒരു സീരിയസ്നെസ് വരും. അല്ലെങ്കിൽ സന്യാസികൾ പറയുമ്പോൾ കുറച്ച് വ്യത്യാസമുണ്ട് അല്ലേ. അപ്പോൾ ആ കാര്യം ആ ഒരു ആശ്രമത്തിന്, സന്യാസാശ്രമത്തിന് ഒരു സ്ഥാനമുണ്ട്. എല്ലാവരുടെ ഇടയിലും ഒരു സ്ഥാനവും, അല്ലെങ്കിൽ എല്ലാവർക്കും ആ ഒരു
എല്ലാവരും ബഹുമാനം കൊടുക്കുന്നു ആ ഒരു ആശ്രമത്തെ. അതുകൊണ്ട് ഞാൻ സന്യാസാശ്രമം സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം സന്യാസം എടുത്തത്. അല്ലാതെ വേറെ ഒന്നും ആയിരുന്നില്ല. കാര്യം പ്രചരണം കൂടുതൽ ചെയ്യുവാൻ വേണ്ടി അവതാരത്തിന്റെ ലക്ഷ്യം അപ്പോഴേ പൂർണ്ണമാവുകയുണ്ടായിരുന്നുള്ളൂ. കാരണം ആളുകൾ വേണ്ട രീതിയിൽ കാര്യമായിട്ട് എടുക്കാത്ത കാരണം. അപ്പോൾ സന്യാസം എടുത്തതിന് ശേഷം പിന്നീട് അദ്ദേഹം പറഞ്ഞപ്പോൾ കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ ഇല്ല, വളരെ നല്ല രീതിയിൽ ആളുകൾ അത് സ്വീകരിച്ചു തുടങ്ങി. ഭാഗവത ഭാരത ശാസ്ത്ര ആഗമ പുരാണ ചൈതന്യ കൃഷ്ണ അവതാരെ പ്രകട പ്രമാണ. വായിച്ചോളൂ. ഹരേ കൃഷ്ണ. പ്രണാമം പ്രഭുജി. ഹരേ കൃഷ്ണ. ഭാഗവത ഭാരത ശാസ്ത്ര ആഗമ പുരാണ ചൈതന്യ കൃഷ്ണ അവതാരെ പ്രകട പ്രമാണ. വിവർത്തനം ശ്രീല പ്രഭുപാദിക്ക് ജയം. ശ്രീ ചൈതന്യ മഹാപ്രഭു കൃഷ്ണന്റെ അവതാരമാണെന്ന് തെളിയിക്കുന്നതിന് ശ്രീമദ് ഭാഗവതവും മഹാഭാരതവും പുരാണങ്ങളും മറ്റു വേദസാഹിത്യങ്ങളുമെല്ലാം പ്രമാണം നൽകുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവതത്തിൽ പറയുന്നു, മഹാഭാരതത്തിൽ പറയുന്നു, മറ്റുള്ള പുരാണങ്ങളിൽ പറയുന്നു, അല്ലെ? നമ്മൾ ഒരുപാട് ഇതുവരെ പല സന്ദർഭങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്തു കഴിഞ്ഞു. ശ്രീമദ് ഭാഗവതത്തിലെ ശ്ലോകവും മഹാഭാരതത്തിലെ ശ്ലോകം എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ വിഷ്ണു സഹസ്രനാമത്തിലെ ഭാഗങ്ങളും ഒക്കെ മഹാപ്രഭുവിന്റെ അവതാരത്തെക്കുറിച്ച് എടുത്തു പറയുന്നു. പിന്നെ അതിനു പുറമെ നരസിംഹ പുരാണം, അതേപോലെ വായുപുരാണം എന്നുള്ള പുരാണങ്ങളിലും പറയുന്നുണ്ട് ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ അവതാരത്തെക്കുറിച്ച്. കലിയുഗത്തിൽ ഇങ്ങനെ ഒരു അവതാരം ഉണ്ട് എന്നുള്ളത്. പ്രത്യക്ഷേ ദേഖാഹ നാനാ പ്രകട പ്രഭാവ അലൗകിക കർമ്മ അലൗകിക അനുഭാവ. വായിക്കും. ഹരേ കൃഷ്ണ. പ്രത്യക്ഷേ ദേഖഃ നാനാ പ്രകട പ്രഭാവ അലൗകിക കർമ്മ അലൗകിക അനുഭാവ. His Divine Grace Sabya Charanavindam Bhakti Vedanta Swami Srila Prabhupada ki jai. ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ അലൗകികമായ കർമ്മങ്ങളും അവിടുത്തെ അനിതര സാധാരണമായ കൃഷ്ണാബോധ സാക്ഷാത്കാരങ്ങളും വഴി അവിടുത്തെ പ്രത്യക്ഷ പ്രഭാവത്തെ നേരിൽ കണ്ടറിയുവാൻ സാധിക്കും. മഹാപ്രഭുവിന്റെ ആ ഒരു കാര്യങ്ങൾ, മഹാപ്രഭുവിന്റെ അവതാരത്തില് അദ്ദേഹം ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇത് കാര്യം ഒരുപാട് കാര്യങ്ങൾ അലൗകിക എന്ന് ഉദ്ദേശിക്കുന്നത് വളരെ സാധാരണയല്ലാത്ത അസാധാരണമായിട്ടുള്ള പല കാര്യങ്ങളും അദ്ദേഹം ചെയ്തിട്ടുണ്ട് മഹാപ്രഭു. അതായത് എങ്ങനെയോ ഉള്ള ആളുകളെയൊക്കെ അദ്ദേഹം ഭക്തരാക്കി മാറ്റിയിട്ടുണ്ട്, അല്ലെ? നമുക്കറിയാം ജഗായി മതായി പോലുള്ളവര്, അങ്ങനെ ഒരുപാട് പേര് ഭക്തരെ ആക്കുന്നു. എത്രയോ അധപതിച്ച ആളുകൾക്ക് പോലും കൃഷ്ണപ്രേമം കൊടുക്കുന്നു. അതൊക്കെ സാധാരണ ഒരു കാര്യമല്ല, അസാധാരണമായിട്ടുള്ള ഒരു കാര്യമാണ്. അല്ലെങ്കിൽ എല്ലാ അവതാരങ്ങളിലും ഉള്ള കാര്യമല്ല. അതാണ് മഹാപ്രഭുവിന്റെ അവതാരത്തിന്റെ പ്രത്യേകത. ദേഖായാത അഭക്തേ രഗണ ഉലുകേന ദേഖ്യേന സൂര്യര കിരണ. ഹരേ കൃഷ്ണ. ദേഖ്യേന അഭക്തേരഘന ഉലൂഖേന ദേഖ്യേന സൂര്യര കിരണ. വിവർത്തനം ശ്രീല പ്രഭുപാദിക്ക് ജയ്. മൂങ്ങകൾക്ക് സൂര്യകിരണങ്ങൾ കാണാൻ കഴിയാത്തതുപോലെ ഭക്തിഹീനരായ അവിശ്വാസികൾക്ക് സ്പഷ്ടമായ വസ്തുവിനെയും കാണാൻ കഴിയില്ല. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പോൾ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു, അസാധാരണമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ മഹാപ്രഭു ചെയ്തു. പക്ഷേ അത് എല്ലാവർക്കും അത് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. ഒരുപാട് ആളുകൾ അത് പതിച്ചവർക്ക് മനസ്സിലായി. പക്ഷെ ചിലവര് ആ മഹാസൗഭാഗ്യം മനസ്സിലാക്കിയിട്ടും, അല്ലെങ്കിൽ അത്ഭുതകരമായിട്ടുള്ള മഹാപ്രഭുവിന്റെ കാര്യങ്ങൾ, ലീലകളൊക്കെ വേണ്ട രീതിയിൽ മനസ്സിലാക്കി, അല്ലെങ്കിൽ അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങൾ, അദ്ദേഹത്തിന്റെ അവതാരത്തെക്കുറിച്ചും ഒക്കെ മനസ്സിലാക്കി കുറെ പേരൊക്കെ മാറി. പക്ഷെ പലവരും മാറാത്തവരും ഉണ്ടായിരുന്നു. അങ്ങനെയുള്ളവരെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ അവിശ്വാസികളായിട്ടുള്ളവര്, അവരുടെ അവസ്ഥ പരിതാപകരമാണ്. എങ്ങനെയാണ് മൂങ്ങയ്ക്ക് സൂര്യകിരണങ്ങൾ കാണാൻ സാധിക്കാത്തത്, അതേപോലെ ഈ വിശ്വാസമില്ലാത്തവര്, അന്ധവിശ്വാസികള്, അവർക്ക് ഇത്രയും പ്രകടമായിട്ടും മഹാപ്രഭു
അസാധാരണമായിട്ട് ഒരുപാട് കാര്യങ്ങളും ലീലകളും ഒക്കെ ചെയ്തിട്ടും മഹാപ്രഭു ഭഗവാനാണ് എന്നുള്ളത് അവർക്ക് വിശ്വാസം ആവുന്നില്ല എന്നുള്ളത്. അപ്പോൾ മൂങ്ങ എങ്ങനെയാണ് സൂര്യരശ്മികൾ മൂങ്ങയ്ക്ക് കാണാത്തത്, അതേപോലെയാണ്. എപ്പോഴും ഇരുട്ടിലാണ് അല്ലേ മൂങ്ങയുടെ അവസ്ഥ, അതേപോലെ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇപ്പോഴും നമ്മുടെ ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിലും ശ്രീ ചൈതന്യ മഹാപ്രഭുവിനെ മനസ്സിലാക്കുന്നവർ എത്ര പേരുണ്ട്? ഹരേകൃഷ്ണ പ്രസ്ഥാനം ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ ധാരയിൽ വരുന്നതുകൊണ്ട് നമുക്കറിയാം. എത്രയോ പേർക്ക് അറിയാതിരിക്കുന്നു. ഇപ്പോൾ മഹാപ്രഭു പലവരും കേട്ടിട്ടുണ്ടാവും, പക്ഷേ വിശ്വാസം ഇല്ലാത്തവരും ഉണ്ടാവും അതിൽ, അല്ലെ? ശ്രീ ചൈതന്യ മഹാപ്രഭുവിനെ അങ്ങനെ പലവരും കേട്ടിട്ടില്ല. അവർ പറയും കൃഷ്ണൻ, ഓക്കെ, കൃഷ്ണൻ വരെ കേട്ടിട്ടുണ്ട്, ഇങ്ങനൊരു അവതാരം കലിയുഗത്തിലുണ്ട് എന്നുള്ളത് ആളുകൾ പലവരും വിശ്വസിക്കുന്നില്ല. ഇത്രയും അധികം ശാസ്ത്ര പ്രമാണങ്ങൾ ഉണ്ടായിട്ടും. കാര്യം മഹാപ്രഭുവിന്റെ അവതാരം സ്പെഷ്യലാണ്. നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുണ്ട്. സ്പെഷ്യൽ ആയിട്ടുള്ള അവതാരമാണ്. ഛന്ന അവതാരം എന്ന് പറയും, സീക്രട്ട് ആയിട്ടുള്ള അവതാരമാണ്. സാധാരണ അവതാരങ്ങൾ പോലെ ഇത് പ്രഖ്യാപിച്ചിട്ട് വന്നിട്ടുള്ളതല്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ശാസ്ത്രങ്ങളിൽ പല സ്ഥലങ്ങളിലും, പക്ഷേ മറ്റുള്ള അവതാരങ്ങൾ പോലെ കൊട്ടിഘോഷിച്ചിട്ട് വന്നിട്ടുള്ളതല്ല. എന്നാൽ ശാസ്ത്രം നമ്മൾ പഠിക്കുമ്പോൾ അതിൽ കാണാൻ സാധിക്കും, പറഞ്ഞിട്ടുണ്ട്, റെഫർ ചെയ്തിട്ടുണ്ട്. ശാസ്ത്രങ്ങളിൽ പറയാത്ത ഒന്നും തന്നെ ഒരു അവതാരവും നമുക്ക് അവതാരമായിട്ട് എടുക്കാൻ സാധിക്കില്ല. അതുണ്ട്, അങ്ങനെ ഒരു വലിയ കാര്യമുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. മഹാപ്രഭുവിന്റെ അവതാരത്തെക്കുറിച്ച് ഒരു ഭാഗത്ത് മാത്രമല്ല പറയുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പുരാണത്തിൽ മാത്രമല്ല പറഞ്ഞിട്ടുള്ളൂ, പല സ്ഥലങ്ങളിലായിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് പറഞ്ഞിട്ടുള്ള രീതി പലപ്പോഴും ചിലവിടത്തൊക്കെ ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഷച്ചിസുതയായിട്ട് ഗൗഡദേശത്തിലെ വരുന്നു എന്നുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഷച്ചിസുത ചില ചൈതന്യ എന്നുള്ള പേരോടുകൂടി വരുന്നു എന്നുള്ളതും പറയുന്നുണ്ട് പല സ്ഥലങ്ങളിലും. പക്ഷേ അതൊക്കെ ചില പുരാണങ്ങളൊക്കെ, നരസിംഹപുരാണം, വായുപുരാണം, അങ്ങനത്തെ പുരാണങ്ങളൊന്നും അധികം ആളുകൾക്ക് ആക്സസിബിലിറ്റി ഇല്ല, അവർക്കറിയില്ല. പിന്നെ ശ്രീമദ് ഭാഗവതത്തിൽ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ അത് കുറച്ചൊന്ന് തിരിച്ചാണ് പറയുന്നത്. കൃഷ്ണന്റെ അവതാരം ഉണ്ടാവും, സങ്കീർത്തനമായിരിക്കും അദ്ദേഹം ചെയ്യുന്നത് കലിയുഗത്തില്. അങ്ങനെ ബുദ്ധിയുള്ളവര് അദ്ദേഹത്തെ മനസ്സിലാക്കി അത് സ്വീകരിക്കും, അല്ലെ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്ത പോലെ ഭാഗവതത്തിലെ 11-ാമത്തെ സ്കന്ധത്തിലെ ആ ശ്ലോകം, യജന്തഹി സുമേധസ, അല്ലെ? യജ്ഞ സങ്കീർത്തന പ്രായർ യജന്തിഹി സുമേധസ. അപ്പോൾ ആ ശ്ലോകം പറയുന്നുണ്ട്, പക്ഷെ ആളുകൾക്കത് പൂർണ്ണമായിട്ടും മനസ്സിലാക്കുവാൻ സാധിക്കുന്നില്ല. അപ്പോൾ അതാണ് പറയുന്നത്. ഇനി അടുത്ത ശ്ലോകം നോക്കാം. ത്വാം ശീലരൂപ ചരിതേ പരമാ പ്രകഷ്ടേ സത്വേന സാത്വികതായ പ്രബലൈശ്ച ശാസ്ത്രേ പ്രഖ്യാതദൈവ പരമാർത്ഥവിദാം മതൈശ്ച നൈവാസുര പ്രകൃതയാ പ്രഭവന്തി ബോധും. ത്വാം ശീലരൂപചരിതൈ പരമാ പ്രകൃഷ്ടൈ സത്വേന സാത്വികതായ പ്രബലൈശ്ച ശാസ്ത്രേ പ്രഖ്യാതദൈവ പരമാർത്ഥവിദാം മതൈശ്ച നൈവാസുര പ്രകൃത്യഃ പ്രഭവന്തി ബോധും. വായിക്കൂ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ത്വാം ശീലരൂപചരിതേ പരമപ്രകൃഷ്ടേ സത്വേന സാത്വികതയാ പ്രബലൈശ്ച ശാസ്ത്രൈഃ പ്രഖ്യാതദൈവ പരമാർത്ഥവിദാം മതൈശ്ച നൈവാസുര പ്രകൃതയാ പ്രഭവന്തി ബോധും. വിവർത്തനം ഭാവാർത്ഥം. ശ്രീലപ്രഭാതിക്ക് ജയ്. അല്ലയോ ഭഗവാനെ, അവിടുത്തെ പരമോന്നത ഗുണരൂപ കർമ്മ വൈഭവങ്ങളാൽ അവിടുന്നാണ് പരമപുരുഷനെന്ന് എല്ലാ സാത്വിക ശാസ്ത്രങ്ങളും അതീന്ദ്രിയ പ്രകൃതിയിൽ വർത്തിക്കുന്ന വിഖ്യാതരായ പരമാർത്ഥവാദികളും ഏകകണ്ഠം സമർത്ഥിക്കുന്നുണ്ട്. എന്നിട്ടും ആസുര പ്രകൃതി ബാധിച്ചവർക്ക് അവിടുന്ന് ഇവണ സാക്ഷാത്കരിക്കാൻ സാധിക്കുന്നില്ല. ഭാവാർത്ഥം. ഇത് ശ്രീരാമാനുജാചാര്യന്റെ ആധ്യാത്മിക ഗുരുവായ യമുനാചാര്യന്റെ സ്തോത്രരത്നത്തിൽ നിന്നുള്ള ശ്ലോകമാണ്. പ്രാമാണിക വേദശാസ്ത്ര ഗ്രന്ഥങ്ങൾ കൃഷ്ണന്റെ അതീന്ദ്രിയ കർമ്മങ്ങൾ
സവിശേഷതകൾ, രൂപം, ഗുണങ്ങൾ എന്നിവ വിവരിക്കുകയും ലോകത്തിലെ ഏറ്റവും പ്രാമാണിക ശാസ്ത്രമായ ഭഗവത്ഗീതയിൽ കൃഷ്ണൻ സ്വയം ഇത് വിശദീകരിക്കുകയും ചെയ്യുന്നു. വേദാന്ത സൂത്രത്തിന്റെ വിശകലനമായി കരുതപ്പെടുന്ന ശ്രീമദ് ഭാഗവതത്തിൽ അവിടുന്ന് കൂടുതൽ വിശദീകരിക്കുന്നുമുണ്ട്. ഈ ആധികാരിക ശാസ്ത്രങ്ങളാലാണ് കൃഷ്ണൻ പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനായി അംഗീകരിക്കപ്പെട്ടിരിക്കുന്നത്. വെറും പൊതുജന അഭിപ്രായത്തിന്റെ ബലത്താലല്ല. ആധുനിക യുഗത്തിൽ ചില വിഡ്ഢികൾ ദൈവത്തിന്റെ പദവിയിലേക്ക് ആരെ വേണമെങ്കിലും വോട്ട് ചെയ്ത് നിയോഗിക്കാമെന്ന് ചിന്തിക്കുന്നു. ഒരു രാഷ്ട്രീയ നേതൃ പദവിയിലേക്ക് ഒരു മനുഷ്യനെ വോട്ട് ചെയ്യുന്നത് പോലെ. എന്നാൽ ഇന്ദ്രിയാതീതനായ പരമപുരുഷനെ കുറിച്ച് ആധികാരിക വേദശാസ്ത്രങ്ങളിൽ പരിപൂർണമായി വിവരിച്ചിട്ടുണ്ട്. കൃഷ്ണനെ പോലെ ആർക്കും സംസാരിക്കാൻ കഴിയുമെന്ന് ചിന്തിക്കുന്ന വിഡ്ഢികൾ മാത്രമേ തന്നെ നിന്ദിക്കുകയുള്ളൂവെന്ന് ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നു. ചരിത്രപരമായ പരാമർശങ്ങൾ അനുസരിച്ച് പോലും കൃഷ്ണന്റെ കർമ്മങ്ങൾ അത്യന്തം അസാധാരണമാണ്. ഞാൻ ഈശ്വരനാണ് എന്ന് കൃഷ്ണൻ ഉറപ്പിച്ചു പറയുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തിരിക്കുന്നു. എല്ലാവർക്കും താൻ ഈശ്വരനാണെന്ന് അവകാശപ്പെടാമെന്ന് മായാവാദികൾ വിചാരിക്കുന്നു. പക്ഷെ അതവരുടെ വ്യാമോഹമാണ്. കാരണം അത്തരം അസാധാരണമായ പ്രവൃത്തികൾ കൃഷ്ണനല്ലാതെ മറ്റാർക്കും നിർവഹിക്കാനാവില്ല. അവിടുന്ന് മാതാവിന്റെ മടിയിൽ ശിശുവായിരുന്നപ്പോൾ പൂതന എന്ന അസുര സ്ത്രീയെ വധിച്ചു. പിന്നീട് അസുരന്മാരായിരുന്ന തൃണാവർത്തനെയും വത്സാസുരനെയും ഭഗനെയും വധിച്ചു. അല്പം കൂടി വളർന്നപ്പോൾ അഘാസുരനെയും ഋഷഭാസുരനെയും വധിച്ചു. അതിനാൽ ഈശ്വരൻ ആരംഭം മുതലേ ഈശ്വരനാണ്. ധ്യാനത്തിലൂടെ ഈശ്വരനാകാൻ കഴിയുമെന്ന ആശയം പരിഹാസ്യമാണ്. ഒരുവന് അതികഠിനമായ ഉദ്യമത്തിലൂടെ തന്റെ ദൈവിക പ്രകൃതം ബോധ്യമായേക്കാം എന്ന് വെച്ച് അവന് ഒരിക്കലും ദൈവമായി തീരാൻ കഴിയില്ല. ആർക്കും ദൈവമായി തീരാമെന്ന് ചിന്തിക്കുന്ന അസുരന്മാർ ശിക്ഷാർഹരാണ്. ആധികാരിക വേദഗ്രന്ഥങ്ങൾ ചിട്ടപ്പെടുത്തിയത് വ്യാസനെയും നാരദനെയും അസിതനെയും പരാശരനെയും പോലുള്ള മഹത് വ്യക്തികളാണ്. വൈദിക സാഹിത്യത്തിന് അനുരൂപമായ വേദശാസ്ത്ര ഗ്രന്ഥങ്ങളുടെ കർത്താക്കളായ ഈ പ്രശസ്ത വ്യക്തികളെ വൈദിക ജീവിതം പിന്തുടരുന്ന എല്ലാവരും അംഗീകരിക്കുന്നു. എന്നിരുന്നാലും ആസുരിക മനോഭാവമുള്ളവർ അവരുടെ പ്രസ്താവങ്ങൾ വിശ്വസിക്കുന്നില്ല. അവർ മനഃപൂർവ്വം ഭഗവാനെയും അവിടുത്തെ ഭക്തന്മാരെയും എതിർക്കുന്നു. ഇക്കാലത്ത് സാധാരണക്കാരായ മനുഷ്യർ ഈശ്വരന്റെ അവതാരങ്ങളായി ചമഞ്ഞ് തന്നിഷ്ടവചനങ്ങൾ രചിക്കുന്നതും മറ്റ് സാധാരണക്കാരെ കൊണ്ട് അവ ആധികാരികങ്ങളാണെന്ന് പറയിക്കുകയും പരിഷ്കാരമായിട്ടുണ്ട്. ഈ ആസുരീയ മനോഭാവത്തെ ഭഗവത്ഗീതയുടെ 7-ാമത്തെ അധ്യായത്തിൽ അപലപിച്ചിട്ടുണ്ട്. ദുഷ്കൃതികളും മൂഢന്മാരും നരാധമന്മാരും മനുഷ്യവർഗത്തിലെ അവരുടെ ആസുരീയ പ്രകൃതം മൂലം ഭഗവാനെ അംഗീകരിക്കില്ല അവിടെ പറയുന്നു. അവരെ സൂര്യപ്രകാശത്തിലും കണ്ണു തുറക്കാൻ കഴിയാത്ത മൂങ്ങകളോട് ഉപമിച്ചിരിക്കുന്നു. സൂര്യപ്രകാശത്തെ താങ്ങാൻ കഴിയാത്തതിനാൽ അവർ സ്വയം അതിൽ നിന്ന് ഒളിച്ചിരിക്കുന്നു. അവർക്ക് ഒരിക്കലും അത് കാണാൻ കഴിയുന്നില്ല. അത്തരത്തിലുള്ള പ്രകാശമുണ്ടെന്ന് വിശ്വസിക്കാൻ പോലും അവയ്ക്കാവില്ല. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. സ്തോത്രരത്ന എന്ന് പറയുന്ന കൃതിയിൽ നിന്ന് സ്തോത്രരത്ന ശ്രീപാദ് യമുനാചാര്യ ശ്രീപാദ രാമാനുജാചാര്യരുടെ ആധ്യാത്മിക ഗുരുവായിട്ടുള്ള യമുനാചാര്യരുടെ കൃതിയാണ്. ഇപ്പോൾ ഈ ശ്ലോകത്തിൽ പറയുന്നത് എന്താണ്? അദ്ദേഹം പറയുന്നു, ഭഗവാനോട് പറയുന്നു, ഭഗവാനെ, ഈ ആസുരിക ചിന്താഗതി ഉള്ളവർക്ക് അങ്ങയെ മനസ്സിലാക്കുവാൻ സാധിക്കില്ല. അങ്ങയുടെ അവതാരത്തിൽ അമാനുഷികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അങ്ങയുടെ രൂപം, അങ്ങയുടെ കർമ്മം എന്ന് പറയുന്ന അങ്ങ് ചെയ്യുന്ന കാര്യങ്ങൾ, അങ്ങയുടെ ശക്തി, ഇതൊക്കെ അമാനുഷികമാണ്. പരമദിവ്യോത്തമ പുരുഷന് മാത്രം സാധിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ അങ്ങ് ചെയ്യുന്നുണ്ട്. ആളുകൾ ഇത് കാണുന്നുമുണ്ട്. അതിനു പുറമെ ശാസ്ത്രങ്ങളിൽ ഇത് പറയുന്നുണ്ട്. പല ശാസ്ത്രങ്ങളിൽ ഇത് പറഞ്ഞിട്ടുമുണ്ട്. എന്നിട്ടും പലവർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ആസുരിക ചിന്താഗതിയുള്ളവർക്ക് ഇത്രയൊക്കെ പ്രമാണങ്ങൾ ഉണ്ടായിട്ടും അവർക്ക് അത് മനസ്സിലാവുന്നില്ല. അതാണ് പരിതാപകരമായിട്ടുള്ള അവസ്ഥ. ശ്രീപാദ യമുനാചാര്യർ പറയുവാണ് ഇതാണ് അവസ്ഥ എന്നുള്ളത്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ എന്താ സന്ദർഭം എന്താണ്? ശ്രീ ചൈതന്യ മഹാപ്രഭുവിനെ കുറിച്ച് ഒരുപാട് ശാസ്ത്രങ്ങളിൽ പറയുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും എല്ലാവർക്കും അത് മനസ്സിലാവുന്നില്ല. മഹാപ്രഭുവിന്റെ ആ ഒരു സ്ഥാനം എന്തിനു പറയണം? ഭഗവാൻ കൃഷ്ണൻ അവതാരം എടുത്തപ്പോഴും ഭഗവാൻ കൃഷ്ണന്റെ അവതാരം ഭഗവാൻ എന്നുള്ള രീതിയിൽ തന്നെ അവതാരം എടുത്തിട്ടുള്ളതാണ്. മഹാപ്രഭുവിന്റെ പോലെ ചണ്ണവതാരമായിരുന്നില്ല അത്. എന്നിട്ടും ദുര്യോധനെ പോലുള്ളവർക്ക് മനസ്സിലായില്ല. മായാവിയാണ്,
മായാജാലക്കാരനാണെന്നാണ് പറയുന്നത്. പരമദീപത്വം പുരുഷനായിട്ടുള്ള കൃഷ്ണനായിട്ട് അംഗീകരിക്കാൻ അവർക്ക് സാധിച്ചില്ല. അദ്ദേഹത്തിന് മുമ്പിൽ വിശ്വരൂപം കാണിച്ചു കൊടുത്തു, വിശ്വരൂപം കാണിച്ചു കൊടുത്തു. അപ്പോൾ പറയുന്നത് മായാവിയാണെന്ന് പറയുന്നു. അപ്പോഴും കൃഷ്ണനാണ്, ഭഗവാനാണ്. സർവകാരണങ്ങളുടെയും കാരണം, സർവ സൃഷ്ടിയും അദ്ദേഹത്തിൽ നിന്നാണ് വന്നിട്ടുള്ളത് എന്നുള്ളതൊന്നും മനസ്സിലാക്കുവാൻ സാധിക്കില്ല. അതാണ് അതാണ് എങ്ങനെയുള്ളവരുടെ അവസ്ഥ? ബുദ്ധിശൂന്യമായിട്ടുള്ളവരുടെ, അല്ലെങ്കിൽ ആസുരിക അസുരന്മാരുടെ അവസ്ഥ. അതാണ് പറയുന്നത്. അപ്പോൾ ഈ അസുരന്മാര് തന്നെ പല രീതിയിലുണ്ട്. അതിൽ ഒരു ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഭഗവാനാണ് എന്ന് പറയുന്ന മായാവാദികളുടെ പോലെ. മായാവാദികൾ പറയുന്നു ഞാൻ ഭഗവാനാണ്, ഞാൻ കൃഷ്ണനാണ്, ഞാനും കൃഷ്ണനും തമ്മിൽ വ്യത്യാസമില്ല, അല്ലെങ്കിൽ എനിക്ക് കൃഷ്ണനാവാൻ സാധിക്കും. നമുക്ക് ആർക്കെങ്കിലും ഭഗവാനാവാൻ സാധിക്കുമോ? ഒരിക്കലുമില്ല. നമ്മളെല്ലാവരും ഭഗവാന്റെ സേവകരാണ്. പക്ഷെ മായാവാദികൾ പറയുന്നു ഞാൻ ഭഗവാനാണ് എന്നുള്ളത്. അപ്പോൾ ഭഗവാൻ കൃഷ്ണനെ കുറിച്ച് പറയുവാണെങ്കിൽ ഇവിടെ പറയുന്നു ശീലപ്രഭുപാജി, അദ്ദേഹത്തിന്റെ ചെറുപ്പം മുതലേ അമ്മയുടെ കാലിൽ കിടക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ വളരെ പിഞ്ചു കുഞ്ഞായിരിക്കുന്ന സമയം മുതലേ അദ്ദേഹം അമാനുഷികമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അല്ലെ. പൂതന എന്ന് പറയുന്ന രാക്ഷസിയെ വധിക്കുന്നു. അതേപോലെ തൃണാവർത്ത, വത്സാസുര, ബക്കാസുര, അഗാസുര, അങ്ങനെ ഒരുപാട് അസുരന്മാരെ കുട്ടിക്കാലത്ത് ഭഗവാൻ കൃഷ്ണൻ വധിക്കുന്നുണ്ട് അല്ലെ. അതൊക്കെ ആർക്കെങ്കിലും സാധിക്കുന്നതാണോ? കൃഷ്ണൻ ഭഗവാൻ അല്ലാതെ വേറെ ആർക്കും സാധിക്കില്ല. അത്രമാത്രം ശക്തിശാലികളായിട്ടുള്ള അസുരന്മാരായിരുന്നു അവരൊക്കെ, സാധാരണ ആളുകളായിരുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അമാനുഷികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെറുപ്പം മുതലേ ഭഗവാൻ കൃഷ്ണൻ കാണിച്ചിരുന്നു. പക്ഷെ എന്നിരുന്നാലും അപ്പോഴും ആളുകൾക്ക് മനസ്സിലാവില്ലായിരുന്നു. കംസന്റെ അവസ്ഥയും അത് തന്നെയായിരുന്നു. ദുര്യോധനനെ പോലെ കംസനെ കൊല്ലുമെന്നേ അറിയുള്ളൂ. പക്ഷേ അദ്ദേഹം പരമദിവ്യോത്തമ പുരുഷനാണെന്ന് മനസ്സിലാക്കുവാണെങ്കിൽ അദ്ദേഹത്തിന് അറിയാം, അദ്ദേഹം മനസ്സിലാക്കിയനെ ഞാൻ കൃഷ്ണനെ കൊല്ലാൻ നോക്കിയിട്ട് കാര്യമില്ല, എനിക്ക് സാധിക്കില്ല എന്നുള്ളത്. അല്ലെ, പരമദിവ്യോത്തമ പുരുഷനായിട്ടുള്ള കൃഷ്ണൻ അല്ലെങ്കിൽ വിഷ്ണുവിനെ കൊല്ലുക എന്നുള്ള മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇത് തന്നെയായിരുന്നു ഹിരണ്യകശപുവിനും ഹിരണ്യാക്ഷനും ഒക്കെ, രാവണനും ഒക്കെ. ഇവരെല്ലാവരും ഒരേ കാറ്റഗറിയിൽ വരുന്നവരാണ്. അവരെല്ലാവരും ഭഗവാനെ കൊല്ലാൻ നോക്കുന്നു. അപ്പോൾ അവരുടെ ഒരു വിചാരം ഭഗവാനേക്കാൾ കൂടുതൽ ശക്തിയുണ്ട് എനിക്ക് എന്നുള്ള ഒരു ധാരണ, ഭഗവാനേക്കാൾ കൂടുതൽ അധികാരമുണ്ട് എനിക്ക് എന്നുള്ളൊരു ധാരണയുള്ളവര്. അപ്പോൾ ഇതെല്ലാം ആസുരിക ചിന്താഗതി, അല്ലെങ്കിൽ അസുരന്മാരാണ് ഇങ്ങനെ ചിന്തിക്കുന്നത്. അപ്പോൾ ശ്രീല പ്രഭുപാദി ഈ ഭാവാർത്ഥത്തിന്റെ അവസാനം പറയുന്നു, ശ്രീമദ് ഭഗവത്ഗീതയില് എടുത്തു പറയുന്നുണ്ട് ഇങ്ങനെയുള്ള ആളുകളെ കുറിച്ച്, ആസുരിക ചിന്താഗതിയുള്ള ആളുകളെ കുറിച്ച്. അപ്പോൾ എൻ്റെ ചോദ്യം അടുത്തത് അതാണ്. ശ്രീമദ് ഭഗവത്ഗീത അറിയാവുന്ന എല്ലാവരും ഇവിടെ ഉണ്ട്. ശ്രീമദ് ഭഗവത്ഗീതയിലെ ഏത് ശ്ലോകമാണ് ഉദ്ദേശിക്കുന്നത്? ഹരേ കൃഷ്ണ. നമാം ദുഷ്കൃതിനോ മൂഢ പ്രപദ്യന്തേ നരാധമാഃ മായയാ വരദജ്ഞാന ആസുരം ഭാവമാശ്രിതാഃ. ഹരി ബോൾ. താങ്ക് യു. അത് തന്നെയാണ് അത്. കറക്റ്റ്, വളരെ കറക്റ്റ്. 7ാമത്തെ അധ്യായത്തിലെ 15ാമത്തെ ശ്ലോകമാണത്. നമാം ദുഷ്കൃതിനോ മൂഢ പ്രപദ്യന്തേ നരാധമാഃ മായാപഹൃത ജ്ഞാന ആസുരം ഭാവം ആശ്രിത. ഇവിടെ പറയുന്നു 4 തരത്തിലുള്ള ആളുകള് എന്നെ സമീപിക്കില്ല ഒരിക്കലും. അങ്ങനെയുള്ള ആളുകളാണ് ആരൊക്കെയാണ്? ഈ നരാധമര്, ദുഷ്കൃതി ആയിട്ടുള്ളവര്, നരാധമര്, മായാപഹൃത ജ്ഞാനം, അതായത് ജ്ഞാനമുണ്ടെന്ന് പറയുന്നു പക്ഷെ ജ്ഞാനം ഇല്ല. മായ അപഹരിച്ചു കൊണ്ടുപോയി അവരുടെ ജ്ഞാനത്തെ. പുറമേക്ക് പറയുമ്പോൾ വലിയ ജ്ഞാനമുള്ള ജ്ഞാനികളാണെന്ന് പറയും, പക്ഷെ ഉള്ളിൽ മായാവാദമായിരിക്കും. അങ്ങനെയുള്ളവരൊക്കെ, ആസുരഭാവമുള്ളവര്, ഇങ്ങനെയുള്ളവർക്ക് ആർക്കും ഭഗവാനെ മനസ്സിലാക്കുവാൻ സാധിക്കില്ല. അങ്ങനെയുള്ളവര് ഇവിടെ പറയുന്നു മൂങ്ങ, അല്ലെങ്കിൽ മൂങ്ങയെ പോലെയാണെന്ന്. കണ്ണില്ല, അല്ലെങ്കിൽ വെളിച്ചം കാണാൻ സാധിക്കില്ല, വെളിച്ചം ഉണ്ടായിട്ടും. അതേപോലെയാണ് ഈ പറയുന്ന 4 കാറ്റഗറിയിൽ വരുന്ന
ഈ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുള്ള ആളുകളും നമാം ദുഷ്കൃതിരമൂടെ പ്രപദ്യന്തി നരതമ മായാ അപഹൃത ജ്ഞാന ആസുരഭാവമാശ്രിത. അപ്പോൾ ഇവിടെ പറയുന്ന 4 ടൈപ്പ് ഓഫ് ആളുകൾക്കും കൃഷ്ണൻ എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും, മാനുഷികമായിട്ടുള്ള ഭഗവാൻ മാത്രം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്താലും അവർക്കത് മനസ്സിലാക്കുവാൻ സാധിക്കില്ല. കാര്യം അവരൊക്കെ മൂങ്ങയുടെ പോലെയാണ്. അതാണ് അവരുടെ അവസ്ഥ. ഓക്കെ. അപാനാലൂകൈതേ കൃഷ്ണ നാനാ യത്ന കരേ തഥാപി താഹര ഭക്ത ജാനയേ താഹരേ. 88. ഹരേ കൃഷ്ണ. आपन लुकाई दे कृष्ण नाना यत्न करे तदा तन्हार भक्त जाने तन्हारे. विवर्तन भाई श्रील प्रभात की जय. ശ്രീകൃഷ്ണ ഭഗവാൻ ഗോപ്യനായിരിക്കാൻ പല വിധത്തിലും പരിശ്രമിക്കുന്നു. എന്നിരുന്നാലും അവിടുത്തെ പരിശുദ്ധ ഭക്തന്മാർ അവിടുന്ന് യഥാരൂപത്തിൽ അറിയുന്നു. ഹരേ കൃഷ്ണ. ഭഗവാൻ കൃഷ്ണൻ പലപ്പോഴും അദ്ദേഹത്തിന്റെ ആ എന്താ പറയാ, ഭഗവത് തത്വം ആളുകളെ അറിയാതെ, അല്ലെങ്കിൽ ആളുകൾക്ക് അങ്ങനെ പെട്ടെന്ന് മനസ്സിലാവാതിരിക്കാൻ വേണ്ടി പലപ്പോഴും അത് മറച്ചു വെക്കും. പക്ഷേ ഭഗവാന്റെ ശുദ്ധഭക്തർക്ക് അദ്ദേഹത്തെ മനസ്സിലാക്കുവാൻ സാധിക്കും. അദ്ദേഹം എങ്ങനെയൊക്കെ മറച്ചു വെച്ചാലും ഭഗവാൻ കൃഷ്ണന്റെ ഭക്തർക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതാണ് പറയുന്നത്. അടുത്ത ശ്ലോകം. ഹരേ കൃഷ്ണ. ഉലംഘിത ത്രിവിധ സീമാ സമാതിശായി സംഭവാനം തവ പരിവൃദ്ധിമാ സ്വഭാവം മായാബലേന ഭവതാപി നിഗുഹ്യമാനം പശ്യന്തി കേചിത് അനിശം ത്വദന്യഭാവഃ. വായിക്കൂ. ഹരേ കൃഷ്ണ. ഉല്ലംഘിത ത്രിവിധ സീമാ സമാദശായി സംഭാവനം തവ പരിവ്രടീമാ സ്വഭാവം മായാബലേന ഭവതാ വിനിഗുഹ്യമാനം പശ്യന്തി കേചിദനിശം ത്വദനന്യഭാവ. വിവർത്തനം എന്റെ ഭാവാർത്ഥം. ജയ ശ്രീല പ്രഭുപാദി കി ജയ്. അല്ലയോ ഭഗവാനെ, ഭൗതിക ലോകത്തിൽ സർവവും സ്ഥലകാല ചിന്തകളുടെ പരിധിക്കുള്ളിലാണ്. എന്നാൽ സർവാതിശയായ അങ്ങയുടെ അതീന്ദ്രിയ ഗുണങ്ങൾ സീമാതീതമാണ്. ചിലപ്പോൾ അങ്ങയുടെ ഈ സവിശേഷതകൾ സ്വശക്തിയാൽ അങ്ങുതന്നെ ആവരണം ചെയ്യുന്നു. എന്നിരുന്നാലും അങ്ങയുടെ അനന്യഭക്തർക്ക് എല്ലായ്പ്പോഴും അങ്ങയെ കാണാൻ കഴിയുന്നു. ഈ ശ്ലോകവും യമുനാചാര്യന്റെ സ്തോത്രരത്നത്തിൽ 13 നിന്ന് ഉദ്ധരിച്ചിട്ടുള്ളതാണ്. മായയുടെ സ്വാധീനത്താൽ മറയ്ക്കപ്പെട്ടിട്ടുള്ളതെല്ലാം സ്ഥലകാലങ്ങളുടെയും ചിന്തയുടെയും പരിമിതമായ അതിരുകൾക്കുള്ളിലാണ്. നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഏറ്റവും വലിയ ആവിഷ്കരണങ്ങൾ മായ ആകാശത്തിനു പോലും പരിമിതികളുണ്ട്. ആകാശത്തിനപ്പുറം 7 അടുക്കുകളുള്ള ആവരണമുണ്ടെന്നും ഓരോ അടുക്കിനും അതിന് തൊട്ടു മുമ്പേ ഉള്ളതിനേക്കാൾ 10 മടങ്ങ് വണ്ണമുണ്ടെന്നും ആധികാരിക ശാസ്ത്രങ്ങളിൽ തെളിവുകളുണ്ട്. ഇപ്രകാരമുള്ള പ്രപഞ്ച ആവരണത്തിന്റെ അടുക്കുകൾ വിശാലമാണ്. പക്ഷേ ആവരണങ്ങളോടു കൂടിയാലും അല്ലാതെയായാലും ആകാശം പരിമിതമാണ്. സ്ഥലകാലങ്ങളെ കുറിച്ച് ചിന്തിക്കുവാനുള്ള നമ്മുടെ ശക്തിയും പരിമിതമാണ്. കാലശാശ്വതമാണ്. നമുക്ക് മഹാകോടി വർഷങ്ങൾ വിഭാവനം ചെയ്യാൻ സാധിച്ചേക്കാം. പക്ഷേ കാലത്തിന്റെ വ്യാപ്തി സംബന്ധിച്ച് അതും അപര്യാപ്തമായ കണക്കുകൂട്ടലാണ്. അതുകൊണ്ട് നമ്മുടെ അപൂർണങ്ങളായ ഇന്ദ്രിയങ്ങൾക്ക് ഭഗവാന്റെ മഹത്വത്തെ പറ്റി ചിന്തിക്കാനോ അല്ലെങ്കിൽ കാലത്തിന്റെയോ നമ്മുടെ ചിന്താശക്തിയുടെയോ പരിമിതിക്കുള്ളിൽ അവിടുന്ന് കൊണ്ടുവരാനോ കഴിയില്ല. അതിനാൽ അവിടുത്തെ സ്ഥാനം ഉല്ലംഘിത എന്ന പദത്താൽ വിവരിച്ചിരിക്കുന്നു. അവിടുന്ന് സ്ഥലത്തിനും കാലത്തിനും ചിന്തയ്ക്കും അതീതനാണ്. അവയ്ക്കുള്ളിൽ കാണപ്പെടുന്നുണ്ടെങ്കിലും ഭഗവാൻ അതീന്ദ്രനായി നിലനിൽക്കുന്നു. ഭഗവാന്റെ അതീന്ദ്രിയ അസ്തിത്വം സ്ഥലകാലങ്ങളുടെയും ചിന്തയുടെയും പരിമിതികളാൽ പ്രച്ഛന്നമാക്കപ്പെടുമ്പോഴും പരിശുദ്ധ ഭക്തന്മാർക്ക് അവിടുന്ന് സ്ഥലകാലാതീതമായ വ്യക്തി സവിശേഷതകളോടുകൂടി കാണാൻ കഴിയുന്നു. മറ്റു വാക്കുകളിൽ ഭഗവാൻ സാധാരണ മനുഷ്യരുടെ നേത്രങ്ങൾക്ക് ദൃശ്യനല്ലെങ്കിലും തങ്ങളുടെ അതീന്ദ്രിയ ഭഗവത് സേവനത്താൽ ഭൗതികാവരണത്തിന്റെ അടുക്കുകൾക്ക് അതീതരായവർക്ക് അവിടുന്ന് ദർശിക്കാൻ കഴിയും.
സൂര്യൻ മേഘത്താൽ ആവരണം ചെയ്യപ്പെട്ടതുപോലെ കാണപ്പെട്ടേക്കാം. പക്ഷേ വാസ്തവത്തിൽ മേഘങ്ങൾക്ക് താഴെയുള്ള നിസാരരായ ആളുകളുടെ കണ്ണുകളാണ് മറയ്ക്കപ്പെടുന്നത്, സൂര്യനല്ല. ആ നിസാര ജനങ്ങൾ ഒരു വിമാനത്തിൽ മേഘത്തിനെ മുകളിലേക്ക് ഉയരുന്ന പക്ഷം അവർക്കും സൂര്യപ്രകാശത്തെയും സൂര്യനെയും തടസ്സം കൂടാതെ കാണാൻ കഴിയും. അതുപോലെ മായയുടെ ആവരണം വളരെ ശക്തമാണെങ്കിലും കൃഷ്ണൻ ഭഗവത്ഗീതയിൽ 7:14 പറയുന്നു, ദേവി ഹേഷ്യാ ഗുണമയീ മമ മായാ ദുരത്യയ മാമേവയേ പ്രബന്ധ്യന്തേ മായാമേദം ധരന്ത്യതേ. ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളടങ്ങുന്ന എന്റെ ഈ ദിവ്യശക്തിയെ മറികടക്കുക ദുഷ്കരമാണ്. പക്ഷെ എനിക്ക് ആത്മസമർപ്പണം ചെയ്തവർക്ക് അതിനെ നിഷ്പ്രയാസം തരണം ചെയ്യാൻ കഴിയും. മായാശക്തിയുടെ സ്വാധീനത്തെ തരണം ചെയ്യാൻ അത്യന്തം പ്രയാസമാണ്. പക്ഷേ ഭഗവത്പാദങ്ങളിൽ മുറുകെ പിടിക്കാൻ ദൃഢനിശ്ചയമെടുത്തവർ മായയുടെ ബന്ധനത്തിൽ നിന്ന് മുക്തരാകുന്നു. അതുകൊണ്ട് പരിശുദ്ധ ഭക്തന്മാർക്ക് ഭഗവാനെ അറിയാൻ കഴിയുന്നു. പക്ഷേ അനേകം വേദശാസ്ത്രങ്ങളും അവിടുത്തെ അലൗകിക കർമ്മങ്ങളും കണ്ടാലും അസുരന്മാർക്ക് തങ്ങളുടെ ദുഷ്കൃതിയുടെ ഫലമായി ഭഗവാനെ അറിയാൻ കഴിയുകയില്ല. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. വളരെ മനോഹരമായിട്ടുള്ള ശ്ലോകം സ്തോത്രരത്നയിൽ നിന്ന് ശ്രീപാദ യമുനാചാര്യരുടെ അടുത്ത ശ്ലോകമാണ്. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്? ഉലംഘിത. ശ്ലോകം തുടങ്ങുന്നത് അങ്ങനെയാണ്, ഉലംഘിത ത്രിവിധ സീമ. അതായത് ഉലംഘിത എന്ന് പറയുന്നത് സമയം അല്ലെങ്കിൽ ചിന്തയ്ക്ക് അതീതമായിട്ടുള്ളത്, സമയത്തിന് അതീതമായിട്ടുള്ളത്, കാലത്തിന് അതീതമായിട്ടുള്ളത് ആണ് ഭഗവാൻ. നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കില്ല. ഭഗവാൻ അങ്ങനെയാണ്. ഭഗവാനെ ഒരിക്കലും ഒരിക്കലും ഒരു സമയത്തിൻ്റെ ഒരു അധീനതയിൽ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കില്ല. ഭഗവാൻ ഈ സമയം, ഭൗതികമായിട്ടുള്ള സമയത്തിനും അതീതമാണ്. പൂർണ്ണമായിട്ട് അതീന്ദ്രിയ അവസ്ഥയിലാണ് അദ്ദേഹം ഇരിക്കുന്നത്, അല്ലേ? അതേപോലെ തന്നെ ഈ ഒരു കാണുന്ന ഭൗതിക ലോകത്തിൽ നമ്മൾ വിചാരിക്കുന്ന പോലെ നമ്മളിപ്പോൾ ഇരിക്കുന്ന പോലെ നമ്മൾ ലിമിറ്റഡ് ആണ്, അല്ലേ? നമ്മളിവിടെ ഇരിക്കുന്നു, ഇവിടെ തന്നെ ഇരിക്കുന്നു. നമുക്ക് വിസ്തരണങ്ങളില്ല, അവതാരങ്ങളില്ല, ഉപാംഗങ്ങളൊന്നുമില്ല. ഭഗവാൻ അങ്ങനെയല്ല. അദ്ദേഹം ആധ്യാത്മിക ലോകത്തിലുണ്ട്, ഇവിടെയുണ്ട്, മറ്റുള്ള ബ്രഹ്മാണ്ടങ്ങളിലുണ്ട്, എല്ലായിടത്തും ഉണ്ട്. അതാണ് ഭഗവാൻ. അതേപോലെ നമ്മുടെ ചിന്തയ്ക്കും അതീതമാണ് അദ്ദേഹം. നമ്മുടെ ചിന്തയിൽ ഒതുങ്ങുന്നതല്ല ഭഗവാൻ. അതാണ് അദ്ദേഹത്തിൻ്റെ സവിശേഷതകൾ. ഭഗവാൻ പൂർണ്ണമായിട്ട് അതീന്ദ്രിയ അവസ്ഥയിലാണ്. അദ്ദേഹം പലപ്പോഴും എന്താണ് ചെയ്യുന്നത്? അദ്ദേഹത്തിൻ്റെ ഈ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ സ്വന്തം ശക്തി കൊണ്ട് മറച്ചു വയ്ക്കുന്നു. പക്ഷേ ഭഗവാന്റെ ശുദ്ധഭക്തർക്ക് ഭഗവാന്റെ ആ സ്ഥാനം എല്ലായ്പ്പോഴും, ഭഗവാൻ അത് മറച്ചു വെച്ച് കഴിഞ്ഞാലും ഭഗവാനെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. അപ്പോൾ ഭഗവാന്റെ ഭക്തർക്ക് മാത്രമേ അത് മനസ്സിലാക്കുവാൻ സാധിക്കുള്ളൂ. ഇതാണ് ചുരുക്കം പറയുകയാണെങ്കിൽ ഈ ശ്ലോകത്തിൽ പറയുന്ന ശ്ലോകത്തിൻ്റെ ആ ഒരു എസൻസ് അതാണ്. ഭഗവാന്റെ ഭക്തർക്ക് മാത്രമേ ഭഗവാനെ മനസ്സിലാക്കുവാൻ സാധിക്കുള്ളൂ. ഭഗവാൻ മറച്ചു വെച്ചാലും അവർക്ക് മനസ്സിലാവും. എന്നാൽ എല്ലാം ഓപ്പണായിട്ട് മനസ്സിലാവുന്ന രീതിയിൽ ചെയ്തു കഴിഞ്ഞാലും ആസുരിക ചിന്താഗതിയുള്ളവർ, അസുരന്മാർക്ക് മനസ്സിലാവില്ല. നേരത്തെ നമ്മൾ പറഞ്ഞ ഉദാഹരണങ്ങൾ പോലെ അസുരന്മാരെല്ലാവരും, ദുര്യോധനാണെങ്കിലും ഹിരണ്യകശിപു ആണെങ്കിലും ഹിരണ്യാക്ഷൻ, അവർക്കൊന്നും മനസ്സിലാക്കാൻ സാധിക്കില്ല. കാര്യം അവർക്കുള്ള ആ മായയുടെ ആ ഒരു കവറിങ് ഉണ്ടല്ലോ, അത് അത്രയും ശക്തിയാണ് അവർക്ക്. ആ മായയുടെ കവറിങ് മാറണമെങ്കിൽ ഒരേ ഒരു വഴിയുള്ളൂ. എന്താണ് ആ വഴി? ദേവിഹി ഏഷ ഗുണമയി മമ മായാ ദുരതയ മാം ഏവയെ പ്രപത്യന്തേ മായാമേതാം തരന്തിതേ. ഭഗവാനെ ശരണം പ്രാപിക്കുന്നവർക്ക് മാത്രമേ മായയുടെ അധീനതയിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ വേറെ മാർഗവുമില്ല. ഭഗവാൻ നേരിട്ട് ഭഗവത്ഗീതയിലെ 7-ാമത്തെ അധ്യായത്തിൽ പറയുന്ന ശ്ലോകമാണത്. ദേവിയെ ഏഷ ഗുണമയി. ഈ ഗുണങ്ങളൊക്കെ, ഈ ത്രിഗുണങ്ങളൊക്കെ ഭഗവാന്റെ തന്നെ ശക്തികളാണ്. അതിന് സംശയമൊന്നുമില്ല. ഭഗവാന്റെ തന്നെ ബഹിരാംഗ ശക്തിയിൽ വരുന്നതാണ് ഇതെല്ലാം. ദേവി ശക്തി എന്ന് അതുകൊണ്ട് പറയുന്നു. അതുകൊണ്ട് ശക്തിയുണ്ട്. മായ നമ്മൾ ഒരിക്കലും വിചാരിക്കരുത് ഈസിയാണ് മായ ക്രോസ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളത്.
ഒരിക്കലും ഈസിയല്ല. ശില രാധാസ്വാമി മഹാരാജൻ്റെ ഒരു ക്ലാസ്സിൽ ഈ ഇടയ്ക്ക് കേട്ടതാണ്. അദ്ദേഹം എടുത്തെടുത്ത് പറയുന്നു, അത് ആ ഒരു ക്ലാസ്സിൻ്റെ ശീർഷകം തന്നെ അങ്ങനെയാണ്. അതായത് മായയെ നമ്മൾ പേടിക്കണമെന്ന്. പല രീതിയിൽ മായ നമ്മുടെ മുമ്പിൽ വരും. വേഷം മാറിയിട്ട് നമ്മുടെ ശത്രുവായിട്ടായിരിക്കില്ല വരിക, മിത്രമായിട്ട് വരും. മഹാരാജ ക്ലാസ്സിൽ വളരെ മനോഹരമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഇവിടെ ഈ പറയുന്ന കാര്യം അത് തന്നെ. മായ വിചാരിക്കുന്ന പോലെ ശക്തി ഇല്ലയെന്ന് നമ്മൾ വിചാരിക്കരുത്. നമ്മൾ പലപ്പോഴും വിചാരിക്കും, ഞാൻ 16 മാല ജപിക്കുന്നുണ്ട്, ഞാൻ 32 മാല ജപിക്കുന്നുണ്ട്, എന്നും ഭാഗവതം വായിക്കുന്നുണ്ട്, സത്സംഗങ്ങളിൽ ഇരിക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, സമയം പാഴാക്കുന്നില്ല, ഇതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്, ഞാനതുകൊണ്ട് ഭക്തിയിൽ മുന്നോട്ട് നല്ല രീതിയിൽ പോകുന്നുണ്ട്, അതുകൊണ്ട് മായയ്ക്ക് എന്നെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ, മഹാരാജ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അങ്ങനെ വിചാരിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തി ഓൾറെഡി മായയിലാണെന്ന് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല ഈ മായയുടെ പ്രഭാവം വരുന്നത്. നമ്മുടെ സുഹൃത്തായിട്ട് വരും. പ്രലംബാസുരൻ്റെ ലീലയാണ് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നത്. പ്രലംബാസുരൻ്റെ ലീലയിൽ പ്രലംബാസുരൻ എങ്ങനെയാണ് വരുന്നത്? പ്രലംബാസുരൻ ഗോപബാലൻ്റെ വേഷമെടുത്ത് വരുന്നു, അല്ലേ? ഗോപബാലൻ്റെ വേഷമെടുത്തിട്ട് ഭഗവാൻ കൃഷ്ണൻ്റെ ഗ്രൂപ്പിൽ ഗോപബാലനായിട്ട് വരുവാണ് ചെയ്യുന്നത്. എന്നിട്ട് അവരൊരു കളി കളിക്കുന്നു, അല്ലേ? അപ്പോൾ കൃഷ്ണന് മനസ്സിലായി ഇത് വേഷം മാറി വന്നിട്ടുള്ള അസുരനാണ് എന്നുള്ളത്. പക്ഷേ ഒന്നും മിണ്ടിയില്ല. എന്താണ് അദ്ദേഹം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അത് ചെയ്യട്ടെ, ബലരാമൻ്റെ കൈ കൊണ്ട് തന്നെ അദ്ദേഹം മരിക്കും എന്നുള്ളത് കൃഷ്ണന് അറിയാമായിരുന്നു. ബലരാമൻ അപ്പം മനസ്സിലാക്കിയിട്ടില്ല, കൃഷ്ണന് ഓൾറെഡി മനസ്സിലായിരുന്നു. ഈ അസുരൻ, പ്രലംബാസുരൻ വേഷം മാറി വന്നപ്പോൾ ഇവർ കളിക്കുന്നുണ്ടായിരുന്ന ഗുസ്തിയിൽ ഏത് ടീമാണോ തോൽക്കുന്നത്, ആ തോൽക്കുന്ന അല്ലെങ്കിൽ ജയിക്കുന്ന ആളെ തോൽക്കുന്ന ടീം തോളിൽ വെച്ച് നടക്കണം. ഇതാണ് അവർ വെച്ചിട്ടുണ്ടായിരുന്ന ക്രൈറ്റീരിയ. അപ്പോൾ മനഃപൂർവ്വം അങ്ങനെ ഒരു കളി കളിക്കുന്നതാണ്. പ്രലംബാസുരൻ വേഷം മാറി വരുമ്പോൾ കൃഷ്ണൻ തന്നെ തീരുമാനിക്കും, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഇങ്ങനെ ഈ ഒരു കളി കളിക്കാം നമുക്ക്, എന്നിട്ട് നമുക്ക് നോക്കാം എന്താണ് ചെയ്യുന്നത് എന്നുള്ളത്. അങ്ങനെ വിചാരിച്ച പോലെ തന്നെ കൃഷ്ണൻ്റെ ടീം തോൽക്കുന്നു. അപ്പോൾ ഈ പ്രലംബാസുരൻ കൃഷ്ണൻ്റെ ടീമിലായിരുന്നു, ബലരാമൻ ശ്രീരാമൊക്കെ അടുത്ത വേറെ ടീമിൽ. അങ്ങനെ ബലരാമനെ ആരെടുക്കുന്നു? പ്രലംബാസുരൻ. കാര്യം തോറ്റ ടീം എടുക്കണം. പ്രലംബാസുരൻ വേഷം മാറിയപ്പോൾ അദ്ദേഹം ആണ് ബലരാമനെ തോളിലെടുത്ത് നടക്കുന്നത്. അങ്ങനെ തോളിലെടുത്ത് നടന്ന് എന്ത് ചെയ്യുന്നു? കാട്ടിൻ്റെ ഉള്ളിലേക്ക് പോകും. ബലരാമൻ വിചാരിക്കും, നീ എങ്ങോട്ട് എന്നെ കൊണ്ടുപോകുന്നത്? ഇത്രയും ദൂരം പോകേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാം. പക്ഷേ ഇദ്ദേഹം ഓടിക്കൊണ്ടുപോയി. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇത് അസുരനാണ് എന്നുള്ളത്. അങ്ങനെ പതുക്കെ ബലരാമൻ്റെ ആ ഒരു വെയിറ്റ്, ബലരാമൻ്റെ കനം കൂട്ടി അദ്ദേഹം. അവസാനം ഈ പ്രലംബാസുരന് ബലരാമനെ കൊണ്ട് നടക്കാൻ പറ്റാത്ത അവസ്ഥയായി. അതിനുശേഷം അദ്ദേഹം ഒരു മുഷ്ടിയുടെ ഒരു ഇടി കൊണ്ട് പ്രലംബാസുരനെ അവസാനിപ്പിക്കുന്നു. അപ്പോൾ ഈ ഒരു ലീലയിൽ നമ്മുടെ ആചാര്യന്മാർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, പ്രലംബാസുരനെ നമ്മൾ നോക്കുവാണെങ്കിൽ ഈ പറയുന്ന മായ, നമ്മുടെ ഭൗതിക ലോകത്തിലെ മായാദേവി പ്രലംബാസുരൻ്റെ പോലെ വേഷം മാറി വരുന്നു. വേഷം മാറിയിട്ട് നമ്മുടെ സുഹൃത്ത് പക്ഷത്തിൽ വന്നിരിക്കുന്നു, നമ്മളറിയില്ല. എന്നിട്ട് എന്താണ് സംഭവിക്കുന്നത്? നമ്മളെ തന്നെ കൊല്ലുവാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ കൊല്ലുവാൻ ഉദ്ദേശിക്കുന്നത് നമ്മളെ തന്നെ ഭഗവാൻ കൃഷ്ണനിൽ നിന്ന് അകറ്റുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും, എന്തുകൊണ്ട് മായ അത് ചെയ്യുന്നു? മായ അസുരനല്ല, മായ കൃഷ്ണൻ്റെ സേവകയാണ്. കാര്യം നമ്മളെ അത്രമാത്രം ട്രെയിനിങ് നമുക്ക് തന്നുകൊണ്ടിരിക്കുകയാണ്. പ്രലംബാസുരൻ്റെ പോലെ മോശമായിട്ടുള്ള ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ടല്ല മായാദേവിയുടെ ഉദ്ദേശം. മായാദേവി പല രീതിയിൽ നമ്മളെ ടെസ്റ്റ് ചെയ്യും. പക്ഷെ ആ ടെസ്റ്റിംഗ് ഒക്കെ എക്സ്ട്രീമിലേക്ക് പോവും. പക്ഷെ എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ തീയിൽ കുരുത്തവൻ വെയിലത്ത് പാടില്ല എന്ന് പറയുന്ന പോലെ അങ്ങനെ നമ്മളെ
വാർത്തെടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ പലപ്പോഴും പറ്റുന്നത് എന്താണ്? ഇങ്ങനെയുള്ള ടെസ്റ്റിങ്ങിൽ തോറ്റുപോകുന്നു. കാര്യം നമ്മൾ ആ മായയുടെ പ്രഭാവത്തിൽ തോൽക്കുന്നു. കാര്യം ആ ശക്തി നമ്മൾ ചിന്തിക്കുന്ന പോലെയല്ല. ദൈവികമായിട്ടുള്ള ശക്തിയാണ്. ഭഗവാൻ കൃഷ്ണന് തന്നെ ബഹിരാംഗ ശക്തിയാണ്. ഭഗവാന്റെ ശക്തി എങ്ങനെ നമുക്ക് തരണം ചെയ്യാൻ സാധിക്കും? ഒരു വഴിയില്ല. അപ്പോൾ ഇടയ്ക്ക് സുഹൃത്തുക്കളായിട്ട് പ്രഹ്ലാദനെ പോലെ വേഷം മാറി വരും. ഉദാഹരണം മഹാരാജ് പറയുന്നത് എന്തായിരുന്നു വെച്ചാൽ ക്ലാസ്സിൽ ചിലപ്പോൾ അമ്മയുടെ രൂപത്തിൽ വരും. അമ്മ, അതിൻ്റെ അർത്ഥം അമ്മ മായാദേവി ആണെന്നല്ല ഉദ്ദേശിക്കുന്നത്. ആ പ്രലംബാസുരൻ്റെ ആ ഒരു ആസുരികമായിട്ടുള്ള ആ പ്രഭാവം അമ്മയുടെ രൂപത്തിലും സുഹൃത്തുക്കളുടെ രൂപത്തിലൊക്കെ നമ്മുടെ മുമ്പിൽ വരും. അവൾ അമ്മയുടെ രൂപത്തിൽ വരുമ്പോൾ എന്താണ്, ഇപ്പോൾ ചില കുടുംബത്തുണ്ട്, ഓ ഇത്രയും നേരത്തെ നീ എന്തിന് ഭക്തിയിലേക്ക് ഇറങ്ങിയിരിക്കുന്നു, ഇത്ര നേരത്തെ ഒന്നും പോകേണ്ട ആവശ്യമില്ല, പ്രായമായിട്ടുള്ളവർക്കുള്ളതാണ്, ഇത്രയും ചെറുപ്പക്കാർക്കുള്ളതല്ല, ഇടയ്ക്കൊക്കെ മത്സ്യമാംസം കഴിക്കാം, കുഴപ്പമൊന്നുമില്ല, ആരോഗ്യം നിലനിർത്തണമെങ്കിൽ പ്രോട്ടീനൊക്കെ കിട്ടണമെങ്കിൽ മാംസം കഴിക്കണം എന്നൊക്കെ പറയുന്ന എത്രയോ ആളുകളുണ്ട്. അങ്ങനെയൊക്കെ പറയുന്നു. അപ്പോൾ ഇതൊക്കെ ആ സമയത്ത് പ്രലംബാസുരൻ കയറുവാണ് അവരുടെ ഉള്ളിൽ, അല്ലെങ്കിൽ ആ മായ കയറുന്നു. അവർ സിൻസിയറായിട്ടാണ് പറയുന്നത്. ഒരിക്കലും അപ്പോൾ അമ്മയെ തെറ്റിദ്ധരിക്കരുത്. അമ്മയെ തെറ്റിദ്ധരിക്കുക, സുഹൃത്തുക്കളെ തെറ്റിദ്ധരിക്കുക. സുഹൃത്തുക്കളാണെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ ആത്മാർത്ഥമായിട്ട് പറയുമോ വല്ലപ്പോഴും അല്ലേ ഉള്ളൂ, നമുക്ക് അടിച്ചു പൊളിക്കാം, പ്രശ്നമില്ല. അവർ നമ്മളെ ചതിക്കാൻ വേണ്ടി ചെയ്യുന്നതല്ല. അവർ പോലും അറിയുന്നില്ല. അതാണ് സംഭവം. പക്ഷേ നമ്മളെ സംബന്ധിച്ച് അത് മായയുടെ ഒരു പ്രഭാവമാണ്. അതാണ് അവരാത്മാർത്ഥപരമായിട്ട് ആയിരിക്കും പറയുന്നുണ്ടാവുന്നത് നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട്. പക്ഷെ അവർക്ക് മനസ്സിലാവുന്നില്ല എന്താണ് ശരി തെറ്റെന്നുള്ളത്. അപ്പോൾ അത് അവർക്കറിയില്ല അവർ ചെയ്യുന്നത് എന്താണെന്നുള്ളത്. അതേപോലെ നമ്മൾ പക്ഷെ മനസ്സിലാക്കേണ്ടത് അത് പ്രലംബാസുരൻ്റെ അവസ്ഥയാണ്. അല്ല, പ്രലംബാസുരൻ്റെ പോലെ ഒളിച്ചിരുന്ന് വേഷം മാറി നമ്മളെ വഴിതെറ്റിക്കാൻ വേണ്ടി നോക്കുന്നു, അല്ലെങ്കിൽ ഒളിച്ചിരുന്ന് വേഷം മാറി ഭഗവാനിൽ നിന്ന് നമ്മളെ അകറ്റുവാൻ നോക്കുന്നു. അതുകൊണ്ട് ശ്രദ്ധിക്കണം എന്നുള്ളത്. അപ്പോൾ ഇതാണ് മായ. പല രീതിയിൽ പല രൂപത്തിൽ നമ്മുടെ മുമ്പിൽ വരും. നമുക്ക് മനസ്സിലാവില്ല ഒരു പക്ഷേ. നമ്മൾ ആ ഒരു അധീനതയിൽ, മായയുടെ അധീനതയിൽ വീഴുകയാണെങ്കിൽ പിന്നെ എഴുന്നേറ്റ് നിൽക്കാൻ പിന്നെ പാടായിരിക്കും. അതുകൊണ്ട് എപ്പോഴും പേടിക്കണം എന്ന് തന്നെയാണ് പറയുന്നത്. മായയെ പേടിക്കണം. അതുകൊണ്ട് നമ്മളെപ്പോഴും വിജിലൻ്റ് ആയിട്ടിരിക്കണം. ഒരിക്കലും വിചാരിക്കരുത് ഞാൻ ഒരുപാട് ഭക്തിയിൽ മുന്നോട്ട് പോയി, എനിക്കിനി ഒരു പ്രഭാവം, മായയുടെ ഒരു പ്രഭാവം എന്നെ ഏൽക്കില്ല, ഞാൻ ശുദ്ധഭക്തനായി മാറി എന്നൊക്കെ നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ മനസ്സിലാക്കുക, ഓൾറെഡി നമ്മളെ മായ പിടിച്ചു കഴിഞ്ഞു എന്നുള്ളത്. അപ്പോൾ അതാണ് മായയുടെ പ്രഭാവം, അല്ലെങ്കിൽ മായയുടെ അധീനതയിൽ നിന്ന്, കൺട്രോളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ ഒരേ ഒരു മാർഗ്ഗമേ ഉള്ളൂ, ഭഗവാനെ ശരണം പ്രാപിക്കുക, ഭഗവാന്റെ ശുദ്ധഭക്തരെ ശരണം പ്രാപിക്കുക, സദാസമയം ഭഗവാന്റെ ഭക്തരുമായിട്ട് ഇരിക്കുക. ഭഗവത് ചിന്തയിൽ ഒരു ചെറിയൊരു ഗ്യാപ്പ് കൊടുക്കുമ്പോഴാണ് ഇതെല്ലാം കയറി വരുന്നത്. അതാണ്. ഈവൻ ചിലപ്പോൾ ഗ്യാപ്പ് കൊടുക്കാതിരിക്കുമ്പോഴും ഇതൊക്കെ വരും. പക്ഷേ നമ്മൾ സ്ട്രോങ് ആണെങ്കിൽ, സ്ട്രോങ് എന്ന് പറയുന്നത് ശാസ്ത്രത്തെ പൂർണ്ണമായിട്ട് നമ്മൾ ആശ്രയിക്കുന്നുണ്ട്, ആത്മാർത്ഥപരമായിട്ട് നമ്മൾ ഭഗവാന്റെ തിരുനാമം ജപിക്കുന്നുണ്ടെങ്കിൽ, ആത്മാർത്ഥമായിട്ട് നമ്മൾ ഭക്തിയിൽ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഇതേപോലെ പ്രലംബാസുരനൊക്കെ വരുമ്പോൾ ഉള്ളിൽ നിന്ന് ഭഗവാൻ തന്നെ നമുക്ക് തിരിച്ചറിവുകൾ തരുന്നു. ഭഗവാൻ തന്നെ പറയുന്നു സൂക്ഷിക്കണം. അപ്പം നമുക്ക് തരണം ചെയ്യാനുള്ള ശക്തി വഴിയും ഭഗവാൻ തന്നെ കാണിച്ചു തരും. എങ്ങനെയാണെങ്കിൽ മാം ഏവയേ പ്രപത്യന്തേ മായാം ഏതാം തരന്തിതേ. വേറെ ഒരു മാർഗവുമില്ല. ലോകത്ത് ഒരു മാർഗവുമില്ല ഈ മായയുടെ അധീനതയിൽ നിന്ന് രക്ഷപ്പെടാൻ. ഭഗവാനെ ശരണം പ്രാപിക്കാതെ വേറെ ഒരു വഴിയുമില്ല. ഒരു ദേവീദേവന്മാരുടെ അടുത്ത് പോയിട്ടും കാര്യമില്ല, ഒരു കാര്യമില്ല. ഈ ഒരു പ്രഭാവത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ അത് ഭഗവാന് മാത്രമേ സാധിക്കുള്ളൂ. കാരണം അത് ഭഗവാന്റെ ശക്തിയാണ്. ഭഗവാന്റെ ശക്തിയായിട്ടുള്ളത് ഭഗവാനല്ലേ.
എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുകയുള്ളൂ. വേറെ ആർക്കെങ്കിലും ചെയ്യാൻ സാധിക്കുകയില്ല. അപ്പോൾ ഭഗവാന്റെ ശുദ്ധ ഭക്തർക്ക് ഇതൊക്കെ മനസ്സിലാവുകയുള്ളൂ. അതാണ് പറയുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും ഭഗവാനെ ശരണം പ്രാപിക്കുക. അങ്ങനെ ഭഗവാനെ ശരണം പ്രാപിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു മായയുടെ പ്രഭാവത്തിൽ നിന്നൊക്കെ രക്ഷപ്പെടുവാൻ സാധിക്കുന്നു. ഓക്കെ, അടുത്ത ശ്ലോകം കൂടെ നോക്കി നമുക്ക് നിർത്താം. അസുര സ്വഭാവേ കൃഷ്ണേ കബു നഹി ജാനെ ലുക്കൈത്തെ നാരേ കൃഷ്ണ ഭക്ത ജാനെ സ്ഥാനെ. ഹരേ കൃഷ്ണ. असुर स्वभावे कृष्णे कबू नहीं जाने लुकाई दे नारे कृष्ण भक्तजन स्थाने. വിവർത്തനം ഭാവാർത്ഥം. ശ്രീല പ്രഭുപാദിക്ക് ജയ. ആസുര സ്വഭാവികൾക്ക് ഒരിക്കലും കൃഷ്ണനെ അറിയാൻ കഴിയില്ല. അതുപോലെ പരിശുദ്ധ ഭക്തന്മാരിൽ നിന്ന് സ്വയം ഒളിക്കാൻ അവിടെ നിന്നും കഴിയുകയില്ല. ഭാവാർത്ഥം. രാവണനെയും ഹിരണ്യകശിപുവിനെയും പോലെ ഭഗവാനെ വെല്ലുവിളിക്കുന്ന അസുര സ്വഭാവം വളർത്തുന്നവർക്ക് ഒരിക്കലും അവിടെ നിന്നെ അറിയാൻ കഴിയില്ല. പക്ഷെ ശ്രീകൃഷ്ണന് തന്റെ പരിശുദ്ധ ഭക്തന്മാരിൽ നിന്ന് ഒളിക്കാനുമാവില്ല. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പോൾ അസുരന്മാർക്ക് ഒരു കാരണവശാലും ഭഗവാനെ മനസ്സിലാക്കുവാൻ സാധിക്കില്ല. കാരണം എന്താ വെച്ചാൽ ഭഗവാൻ അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നില്ല. അതാണ് സംഭവം. രാവണൻ്റെ ഹിരണ്യകശിപുവിൻ്റെയും കാര്യവും നമുക്കറിയാം. ഭഗവാനെ നശിപ്പിക്കാൻ നോക്കും, ഭഗവാനെ കൊല്ലാൻ നോക്കുന്നു, ഭഗവാനെ ചലഞ്ച് ചെയ്യുന്നു. അവർക്ക് ഒരിക്കലും മനസ്സിലാവില്ല കൃഷ്ണനെ. എന്നാൽ ഭഗവാന്റെ ഭക്തർക്കാണെങ്കിലോ മനസ്സിലാക്കുവാൻ കൃഷ്ണനെ മനസ്സിലാവുന്നു. അതുകൊണ്ട് ഭഗവാൻ മറച്ചു വെച്ച് കഴിഞ്ഞാലും ഭക്തർക്ക് മനസ്സിലാവുന്നു. അതാണ് പറയുന്നത്. പ്രഹ്ലാദൻ്റെ പോലെ. അപ്പോൾ രണ്ട് എക്സ്ട്രീംസ് നോക്കിയാൽ മതി. ഒന്ന് ഹിരണ്യകശിപു, ഒന്ന് പ്രഹ്ലാദ്. പ്രഹ്ലാദാണെങ്കിൽ ശുദ്ധ ഭക്തൻ. പ്രഹ്ലാദാണെങ്കിൽ പ്രഹ്ലാദന് അറിയാം എല്ലായിടത്തും ഭഗവാൻ ഉണ്ടെന്നുള്ളത്. അതുകൊണ്ടാണ് അദ്ദേഹം തൂണ് കാണിച്ചപ്പോൾ തൂണിലുണ്ടെന്ന് പറഞ്ഞത്, അത്രയും വിശ്വാസത്തോടു കൂടിയിട്ട്. കാര്യം ആ തൂണിലും ഭഗവാനെ കാണുന്നു അദ്ദേഹം. അതാണ് ഭഗവാന്റെ ശുദ്ധഭക്തരെ എല്ലായിടത്തും ഭഗവാനെ കാണുന്നു. എന്നാൽ അസുരന്മാർക്ക് ഒന്നും തന്നെ സാധിക്കില്ല, അദ്ദേഹത്തെക്കുറിച്ചൊന്നും മനസ്സിലാക്കുവാൻ സാധിക്കില്ല. ഇതാണ് നമ്മൾ ഇന്ന് പഠിച്ച ശ്ലോകങ്ങൾ. ഓക്കെ, അപ്പോൾ ഭഗവാന്റെ മഹാകാരുണ്യം ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ 91-ാമത്തെ ശ്ലോകം മുതൽ നോക്കാം. ഓക്കെ. ശ്രീ ചൈതന്യ ചരിതാമൃത് की जय, श्री शील कृष्णदास कविराज गोस्वामी की जय, श्री शील प्रभुपाद की जय, समवेद गौर भक्त वृंद की जय. जय गौर हरि बोल. हरे कृष्णा. प्रणाम. Hare Krishna bro, thank you very much. Hare Krishna. हरे कृष्णा.